ഞാൻ റിസൾട്ട് സീസണിൽ സൈക്ലിക്കാലിറ്റി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി 2 ദിവസത്തെ സെഷൻ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബേസ് ഫണ്ട എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ താൽക്കാലിക ഗ്രൂപ്പാണ്. ജോയിൻ ചെയ്താൽ താങ്കൾക്കും ഈ 2 ദിവസത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാം. സൈക്ലിക്കാലിറ്റിയെ കുറിച്ച് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഡേറ്റ് മാത്രം ഡിക്ലെയർ ചെയ്തിട്ടില്ല. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ 2 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. താല്പര്യമുണ്ടെങ്കിൽ താങ്കൾ ബേസ് ഫണ്ട എന്ന് പറയുന്ന ആ ഒരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ ഒരു വീക്കിലേക്ക്, പുതിയൊരു മന്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റയും അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഡേറ്റുകളെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു അനാലിസിസ് നമുക്ക് നടത്താം. നമ്മൾ മനസ്സിലാക്കിയല്ലേ, നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഫിബിൻ്റെ ഫൈനൽ റെസിസ്റ്റൻസ് സോണിന് മേളിൽ കയറിയിട്ട് ബ്രേക്കൗട്ട് കൊടുത്ത് ഓൾ ടൈം ഹൈ സോണിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് നിഫ്റ്റി കണ്ടിന്യൂസ് എക്സ്പാൻഷനിലായിരുന്നു. അതിന് പല പല കാരണങ്ങളുണ്ട്. ജിയോഗ്രഫിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂവിൽ ഒരു സെറ്റിൽമെൻറ്റ് വന്നു. ക്രൂഡ് ഓയിൽ എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് കയറും എസ്കലേറ്റ് എന്ന് വിചാരിച്ച ക്രൂഡ് ഓയിൽ താന്നുപോയി. രണ്ടാമത്തെ കാര്യം, ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ കണക്കിലെ എമർജിംഗ് മാർക്കറ്റിന് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡോളർ ഇൻഡെക്സ് ലെസ് ദാൻ $100 സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഇപ്പം മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് 3 ആഴ്ച മുമ്പ് വന്ന ഇൻട്രസ്റ്റിൽ വന്ന കുറവ്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇഷ്യൂവിൽ എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ടോ അതെല്ലാം മേക്കപ്പ് ചെയ്തു. അഞ്ചാമത്തെ കാര്യം, മോർ ദാൻ ബെറ്റർ മൺസൂണാണ് സോഫാർ ലഭിച്ചിരിക്കുന്നത്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ GDP റിവിഷൻ വന്നു 1 മാസം മുമ്പ്. അത് അടുത്ത പ്ലസ് പോയിൻ്റാണ്. ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ പ്ലസ് പോയിൻറ്റ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് ഡേറ്റ ഫെൻറ്റാസ്റ്റിക് ഡേറ്റയാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിംഗ് സൈഡിൽ ഹ്യൂജ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അത് ബേസിക്കലി എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു പുഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റിനെ, നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വീക്ക്നെസ്, കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ കണ്ട വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യുന്നുണ്ട്. 14,000 പോയിൻറ്റ് കയറി ഒരു ഓൾ ടൈം ഹൈ സോണിൽ വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. US-നെ സംബന്ധിച്ച് ബേസിക്കലി ടാക്സ് കട്ട് ആൻഡ് സ്പെൻഡിങ് ബില്ല് അതിൻ്റെ 1ാമത്തെ ഘട്ടം കടന്നിരിക്കുന്നു. 1ാമത്തെ ഘട്ടം റിപ്പബ്ലിക്കൻസിൻ്റെ വോട്ടോടുകൂടി പാസ്സായിരിക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് US ജനതയെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നുള്ളത്, അത് ഇൻ പ്രാക്ടിക്കൽ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്, US-ൽ വന്ന PCE ഇൻഡെക്സ് ഡേറ്റ കാണിക്കുന്നത് ഇൻഫ്ലേഷൻ ഇപ്പോഴും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. ഇൻഫാക്റ്റ് കഴിഞ്ഞ ഏപ്രിലിനെക്കാട്ടിലും PCE ഡേറ്റ 0.1% എസ്കലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അത് US ഫെഡിനെ സംബന്ധിച്ച് അതൊരു തലവേദന തന്നെയാണ് ഇൻട്രസ്റ്റ് കുറയ്ക്കാതെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. സോ ഇത് കാണിക്കുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ US-ലെ ജനങ്ങളുടെ വരുമാനവും സ്പെൻഡിങ് പവറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. മേ ബി ടെമ്പററി ആയിട്ടുള്ള വീക്കനിങ് ഓഫ് ദി ഇക്കോണമിയെ കൂടെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ മാർക്കറ്റ്സിനെ ബാധിക്കുമെന്ന് വെച്ചാൽ പുതിയ ഡേറ്റ ഫസ്റ്റ് വീക്കിൽ സെക്കൻഡ് വീക്കിലായിട്ട് വരാനുണ്ട്. ഇതിൻ്റെ പുറത്ത് മാത്രമേ നമുക്കൊരു അസംഷനിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. എനിവേ, ഇതാണ് കറൻറ്റ് സ്റ്റേറ്റ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും ആദ്യം പറഞ്ഞ കുറേ പോസിറ്റീവ് ഡേറ്റയുടെ പുറത്താണ് നമ്മൾ Q1 റിസൾട്ടിലേക്ക് കടക്കുന്നത്. സോ ഇത്രയും ഡേറ്റയൊക്കെ വരുന്നത് പൊതുവേ സോഫ്റ്റ് ആയിട്ടുള്ള Q1 റിസൾട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ശരിക്കും ഇപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ എസ്പെഷ്യലി മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ, എസ്പെഷ്യലി പ്രൈവറ്റ് മേഖലയിലെ മാനുഫാക്ചറിങ് ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരു സോളിഡ് ഡേറ്റ കിട്ടിയ സ്ഥിതിക്ക് ആ മേഖലയിലുള്ള പല പല കമ്പനികൾക്കും, എസ്പെഷ്യലി എക്സ്പോർട്ട് ബേസ്ഡ് ഉള്ള കമ്പനികളെ സംബന്ധിച്ച് അത് വലിയൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. എസ്പെഷ്യലി ബൈ 10th കൂടി വിത്തിൻ 10-12 ഡേയ്സിനുള്ളിൽ നമ്മുടെ Q1 ക്രിട്ടിക്കൽ റിസർച്ച് സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. ശരിക്കും ആ സീസണാണ് ഇനിയത്തെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഇത്രയും സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പുറത്ത് അത് കമ്പനികൾ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ എപ്പോഴാണ് കമ്പനികൾ പെർഫോം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ചോദ്യം തീർച്ചയായും മാർക്കറ്റിൽ ഉദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ ഫോക്കസ് ചെയ്യണം? ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് 1-2 വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രെച്ചഡ് മാർക്കറ്റാണ് നമ്മളെ സംബന്ധിച്ച്. എസ്പെഷ്യലി കുറേ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞു 5-6 ദിവസം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഫിറ്റ് ബുക്കിങ്ങോ കണ്ടാൽ അതിശയപ്പെടേണ്ട ഒരു കാരണവുമില്ല. ഒരിക്കലും മാർക്കറ്റ് കയറി പോകത്തില്ല. മാർക്കറ്റിൽ എപ്പോഴും ഹെൽത്തി പുൾ ബാക്ക്സ് അത്യാവശ്യമാണ്. എപ്പോഴാണ് പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ എന്താ പറയണ്ടേ, US പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു India-US എഗ്രിമെൻറ്റ് ഏത് നിമിഷമാണ് ഡിക്ലെയർ ചെയ്യാമെന്നുള്ള ലെവലെത്തി. ഡിക്ലറേഷൻ ടൈമിലാണോ എന്ന് ചോദിച്ചാൽ അന്നാകാം. നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ട് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ആ ദിവസമൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്നുകൂടെ കയറ്റിയിട്ടായിരിക്കും പ്രൊഫിറ്റിൽ പോകുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെ കൂടിയ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ ഇൻഡെക്സ് മാത്രമല്ല, എല്ലാ സബ് ഇൻഡെക്സുകളും ഒരു പരിധിവരെ സ്ട്രെച്ചഡ് ആണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഈ
ഈ മെയിൻ ഇൻഡെക്സിൽ ഒരു പുൾ ബാക്കിൽ വരുന്ന സമയത്ത്, വരാൻ സാധ്യതയുള്ള സമയത്ത്, സബ് ഇൻഡെക്സും പുൾ ബാക്ക് വരാൻ സാധ്യതയുള്ള സമയത്താണ് ബ്രേക്ക്ഔട്ട്സ് ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ ബ്രേക്ക്ഔട്ട്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ട്രേഡർ ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കാമെന്നുള്ള പോയിന്റാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഹെൽത്തി കറക്ഷനിലേക്ക് അല്ല ഒരു കൺസോളിഡേഷനിലേക്കൊക്കെ മാർക്കറ്റ് താഴെ വീഴുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, താങ്കളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ഒരു കറക്ഷനിലേക്ക് വരുവാണെങ്കിൽ ചെറിയ കറക്ഷൻ വന്നത് വയ്ക്കുക. ഈ ചെറിയ കറക്ഷനിൽ താങ്കളുടെ കയ്യിലുള്ള അല്ല താങ്കൾ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ കറക്ഷൻ വരുന്നുണ്ടോ അതോ കൺസോളിഡേഷനാണോ വരുന്നത്? അത് കാണിക്കുന്ന സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വരുമ്പോഴാണ് നമ്മൾ വാല്യൂ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുന്നത്. അങ്ങനെ വാല്യൂ സ്റ്റോക്കുകൾ കൺസോളിഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ സ്ട്രെങ്ത് അനാലിസിസ് പ്രൈസ് ആക്ഷൻ്റെ പുറത്ത് വേണം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. എന്താ പറയേണ്ടത്, നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡ് ആകണമെങ്കിൽ ഈ അനാലിസിസ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ക്രിട്ടിക്കലാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു റിസൾട്ട് സീസണിലേക്ക് കടക്കാണ്, മുൻവിധികളൊന്നും പാടില്ല. കാര്യം പല സ്റ്റോക്കുകളും Q1 എന്ന് പറയുന്നത് സൈക്ലിക്കലി ബെസ്റ്റായിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് സൈക്ലിക്കലി ബെസ്റ്റായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു കയറ്റം വരും. ഇത് അറിയാവുന്ന ആൾക്കാർ, സൈക്ലിക്കാലിറ്റി കൂടി അറിയാവുന്ന ആൾക്കാർ ആ സ്റ്റോക്ക് വിട്ടേച്ച് പോകും. കാര്യം അടുത്ത ക്വാർട്ടർ വീക്കായിട്ടുള്ള പല പല സ്റ്റോക്കുകളും സൈക്ലിക്കലി ഉണ്ട്. അതുപോലെ തന്നെ Q1 സൈക്കിൾ വീക്കായിട്ട് Q2 Q3 ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള പല പല സ്റ്റോക്കുകളും അങ്ങനത്തെ സൈക്കിൾസ് വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളും മാർക്കറ്റിലുണ്ട്. ക്രിട്ടിക്കലായിട്ട് ഇതിനെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ ട്രേഡിംഗ് ലൈഫിൽ ഈ ഒരു മനസ്സിലാക്കൽ, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ വലിയ വ്യത്യാസം വരുത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതാണ് രണ്ടാമത്തെ കാര്യം പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടിരിക്കുക, റിസൾട്ടിനെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഞാൻ റിസൾട്ടിനെ കുറിച്ച് അതിൻ്റെ ബേസിക് ഫണ്ടിനെ കുറിച്ച് 2 ദിവസം ഒരു സെഷൻ, ഫ്രീ സെഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബേസ് ഫണ്ട എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അടുത്ത് തന്നെ റിസൾട്ട് സീസണിന് മുമ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം, എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിന് പ്രയോജനം കിട്ടത്തുള്ളൂ.